ഇപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഒരു കൂടിക്കാഴ്ചയാണ്. ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുള്ള ചർച്ചകൾ ഉണ്ടായിരിക്കുന്നത്. അത് കേരളത്തിലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധങ്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ തന്നെ അടിസ്ഥാനം. മുൻകാലങ്ങളിൽ ഇത്തരം പ്രത്യേകിച്ച് സംഘപരിവാറോ അതിനോടനുബന്ധിച്ച് നിൽക്കുന്നവരോ ആയ ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയാൽ അവർക്ക് സംഘിപ്പട്ടം ചാർത്തുന്നതാണ് കേരളത്തിലെ പതിവ്. അങ്ങനെ നമ്മുടെ മമ്മൂട്ടിക്കും സംഘിപ്പട്ടം ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ? അതായത് മമ്മൂട്ടിയും ജോൺ ബ്രിട്ടാസും ഒക്കെ ഇട്ടാൽ ബർമുഡ, അത് ഷിബു ബേബി ജോണോ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയോ ഒക്കെ ഇട്ടാൽ അത് വള്ളി നിക്കർ. ഇതാണ് കേരളത്തിലെ ഈ ലെഫ്റ്റ് ലിബറൽസ് അല്ലെങ്കിൽ അവരുടെ സൈബർ പോരാളികളുടെ ആഖ്യാനം, അവരുടെ നരേറ്റീവ്സ് അങ്ങനെയാണ്. നമുക്കറിയാം, മുമ്പ് ഷിബു ബേബി ജോൺ യാദൃശ്യമായിട്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം ഗുജറാത്തിൽ മന്ത്രിയായിരുന്നല്ലോ. അതെ, അന്ന് ഗുജറാത്തിൽ ഒരു ചർച്ചയ്ക്ക് പോയി അവിടുത്തെ ഗുജറാത്ത് ഗവൺമെൻറ് വ്യവസായ രംഗത്ത്, ടൂറിസം രംഗത്തൊക്കെ നടപ്പാക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും അറിയാനും പോയി എന്നുള്ള കുറ്റം ചുമത്തി ഷിബു ബേബി ജോണിനെ പരസ്യമായിട്ട് വിചാരണ ചെയ്ത് അവസാനം ഷിബു ബേബി ജോൺ അതിൽ മാപ്പ് പറയുക പോലും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതുപോലെ നമുക്കറിയാം, ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ച് അബ്ദുള്ള കുട്ടി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് വൻ വികസനത്തിലേക്ക് കുതിക്കുന്നു, നമ്മളത് കണ്ടു പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് അബ്ദുള്ള കുട്ടിയെ വേട്ടയാടിയത് നമ്മളാരും മറന്നിട്ടില്ല. അതവസാനം അബ്ദുള്ള കുട്ടിയുടെ പുറത്താക്കലിലാണ് കലാശിച്ചത്. അതുപോലെ പണ്ട് സുരേഷ് ഗോപി, അദ്ദേഹം BJP-യിലേക്ക് ചേരുന്നതിന് മുമ്പേ നടനായിരുന്ന കാലത്ത് അവിടുന്ന് ക്ഷണം കിട്ടി. അതെല്ലാവർക്കും കിട്ടി, മമ്മൂട്ടിക്കും മോഹൻലാലിനും അടക്കമുള്ള എല്ലാവർക്കും കിട്ടി. അന്ന് സുരേഷ് ഗോപി എന്നെ ക്ഷണിച്ചു, ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു. ഒരു സൗഹൃദ സംഭാഷണം, ഒരു സൗഹൃദ കൂടിക്കാഴ്ച എന്നൊക്കെയാണ് സുരേഷ് ഗോപി അന്ന് അതിനെ വിശേഷിപ്പിച്ചത്. അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. അദ്ദേഹത്തിന് വലിയ ബഹുമാനം. ബേബി ജോണും അതോടൊപ്പം തന്നെ അബ്ദുള്ള കുട്ടിയും ചെയ്ത കാര്യം മോദി ആരാധനയല്ല, മറിച്ച് ഗുജറാത്ത് മോഡൽ എന്ന വികസനമുണ്ടല്ലോ. ഈ 2002 ഭൂകമ്പത്തിൽ തകർന്ന ആ സംസ്ഥാനം, പൂർണ്ണമായി തന്നെ തകർന്ന സംസ്ഥാനത്തെ ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ എത്തിക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളം ഉൾപ്പെടെയുള്ളവ അവിടെ പോയി പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ സൗരോർജവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ വൈദ്യുതി പ്രധാനപ്പെട്ടത് ജലവൈദ്യുതിയാണല്ലോ. പക്ഷേ അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് തന്നെ സംശയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാതൃകയാണ് സൗരോർജ പദ്ധതികൾ. നമ്മുടെ സൗരോർജം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഞെട്ടലാണ്. നമുക്ക് സരിത ഓർമ്മ വരുന്ന ഒരു ആ രീതിയിലേക്ക്. പക്ഷെ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ്. ആ മോഡലിനെ കേരളത്തിൽ നടപ്പിലാക്കാമെന്ന് പലരും പറയുമ്പോൾ അതിനെ വിമർശിക്കുകയും അത് അവർക്കെല്ലാം സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു അവസ്ഥയുമാണല്ലോ മുൻപുണ്ടായിരുന്നത്. അതെ, ഈ ഷിബു ബേബി ജോൺ അവിടെ പോയിട്ട് അവിടുത്തെ വ്യാവസായികമായ മാറ്റം, ഈ ഭൂകമ്പത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഭൂകമ്പത്തെ തുടർന്ന് വേറൊരു വലിയ ദാരുണമായൊരു കലാപം അവിടെ നടന്നു. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിൽ. അതിനെയൊക്കെ തുടർന്ന് വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിരുന്നു നരേന്ദ്രമോദിയും മോദിയുടെ സർക്കാരും അന്ന് നേരിട്ടത്. അവിടെ നിന്നാണ് അവർ പിടിച്ചു കയറി ഇത്രയും വലിയൊരു ഒരു വികസിത സംസ്ഥാനമായിട്ട് ഗുജറാത്ത് മാറിയത്. പൊതുവേ ഗുജറാത്ത് ഈ കച്ചവട കാര്യങ്ങളിലും വ്യാപാരത്തിൽ വലിയ മുൻപന്തിയിൽ നിൽക്കുന്ന, പഞ്ചാബൊക്കെ പോലെ തന്നെ കൃഷിയിലും വ്യാപാരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ ഗുജറാത്ത്. പക്ഷേ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് അതിനെ ഒരു വികസനത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ജനങ്ങളുടെ ജീവിതം 2002 യാത്ര ചെയ്യേണ്ടതില്ല. ഈ 2004 തന്നെ പാർലമെന്റിൽ മികച്ച പ്രകടനം നടത്തുന്നവർക്ക് നരേന്ദ്രമോദി ഒരു ക്ഷണം കൊടുക്കുകയും അവർക്ക് ചായ സൽക്കാരം നടത്തുകയും ചെയ്തിരുന്നു. അന്ന് അതിൽ പങ്കെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം പ്രേമചന്ദ്രനെ വേട്ടയാടുകയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം വലിയ പ്രതിസന്ധിയിലായ ഒരു അവസ്ഥയായിരുന്നു. കാരണം തിരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. അദ്ദേഹം BJP-യിലേക്ക് ഇപ്പോൾ ചേക്കേറാൻ പോകുന്നു എന്ന രീതിയിൽ കൊല്ലത്തെല്ലാം ഒരു വലിയ പ്രചരണം നടത്തി അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അതെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഇടതുപക്ഷത്തെക്കാൾ ഏറ്റവും അധികം ആരിഫ് നമ്മുടെ ഒരു തരി അല്ലേ
ഒരു കനൽത്തരിയായ ആരിഫ് പാർലമെന്റിൽ പോയി ഒരു തവണ പോലും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കാൻ തന്നെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വർഷങ്ങളായി തന്നെ മോദിയെ കർശനമായി തന്നെ എതിർത്തുകൊണ്ടിരിക്കുന്നത് പ്രേമചന്ദ്രനാണ്. അങ്ങനെ പ്രേമചന്ദ്രന്റെ ആ പ്രകടനം കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ BJP ആക്കാനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ BJPയിലേക്ക് പോകുമെന്ന വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരാണ് മമ്മൂട്ടിയോടൊപ്പം അവിടെ ജഗദീപ് ധൻഖറിനെയും കുടുംബത്തെയും കാണാൻ ചെന്നത്. അതായത് പ്രേമേന്ദ്രൻ മോദിയെ ശക്തമായിട്ട് വിമർശിക്കുകയും രാഷ്ട്രീയ എതിരാളിയായി കണ്ടു തന്നെ പാർലമെൻറ്റിൽ മോദിയോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നയാളാണ്. അതേസമയം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നല്ല പദ്ധതികളെ, വികസനോന്മുഖമായ കാര്യങ്ങളെ അനുകൂലിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം കൊല്ലം ബൈപ്പാസിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രേമേന്ദ്രൻ എടുത്ത നിലപാട് എന്തായിരുന്നുവെന്നും അദ്ദേഹം അതിന് എന്തുമാത്രം പിന്തുണ നൽകിയെന്നും ഒക്കെ നമുക്കറിയാം. അതിനെ തുരങ്കം വയ്ക്കാൻ പോലും ഈ കേരളത്തിലെ ഇടത് സർക്കാർ വലിയ പരിശ്രമം നടത്തിയതാണ്. അതിൻ്റെ ഉദ്ഘാടന വേളയിൽ പോലും നമ്മളൊന്ന് ആലോചിക്കണം, ഒരു കേന്ദ്ര പദ്ധതി വർഷങ്ങളായിട്ട് 30-40 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി പ്രാവർത്തികമാക്കി ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കേണ്ടത് ആരെയാണ്? കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെയാണ് ക്ഷണിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഈ പ്രേമചന്ദ്രനെയും ബ്രിട്ടാസിനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യണം. അദ്ദേഹം രണ്ടുപേരും വലിയ ഇംഗ്ലീഷുകാരാണെന്നാണ് ധാരണ. പക്ഷെ ഈ മണ്ടത്തിനെ വിളിച്ചു പറഞ്ഞ് അവിടത്തെ സ്വയം അപഹാസ്യനാകുന്നതിൽ ചവിട്ടും കൊണ്ടുവരുന്ന ആളാണ് ബ്രിട്ടാസ്. ഇപ്പോൾ അനാവശ്യ അതെന്ന് പറഞ്ഞാൽ എന്താണ് അനാവശ്യ വിവാദം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഇപ്പോൾ റിസർച്ച് നടത്തുകയാണ്. ഇപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത കുംഭമേളയെ പിടിച്ച് മാത്രമല്ല, അതെ, കുംഭമേളയെ ആക്ഷേപിച്ച് ബ്രിട്ടാസ വാങ്ങിക്കൂട്ടി അടിക്ക് കയ്യും കണക്കുമില്ല. അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങി അദ്ദേഹം സ്വയം പിൻവാങ്ങുകയായിരുന്നു. അതൊക്കെ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് കരുതാം. പക്ഷേ നിരന്തരം പരാജയം ഏറ്റുവാങ്ങുന്നു ഇദ്ദേഹം എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ തന്നെ പ്രേമേന്ദ്രനെയും ബ്രിട്ടാസിനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കൂ. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് ബ്രിട്ടാസിന് താല്പര്യം. അതേസമയം പ്രേമേന്ദ്രനാണെങ്കിലോ എത്ര കാതലായ പ്രശ്നങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കേന്ദ്ര സർക്കാർ പഠിച്ച് കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മന്ത്രാലയമാണോ അതിൽ ഇടപെടേണ്ടത് ആ മന്ത്രാലയത്തിൻ്റെ ആ മന്ത്രിയുടെ ശ്രദ്ധ ആകർഷിച്ച് അതിലേക്ക് വേണ്ടുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു സമവായത്തിലെത്തി ആ കാര്യം നടത്തിയെടുക്കാൻ NK പ്രേമേന്ദ്രൻ MPക്കുള്ള മിടുക്ക് ജോൺ ബ്രിട്ടാസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അയാൾ വെറും രാഷ്ട്രീയം കളിക്കാനാണ് ജോൺ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ പോകുന്നത് എന്നുള്ള ആക്ഷേപം പരക്കെ വ്യാപകമാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രേമേന്ദ്രനിലേക്ക് തിരിച്ചു വരാം. പ്രേമേന്ദ്രൻ്റെ പ്രകടനം കണ്ട് ശ്രീജിത്ത് പറഞ്ഞതുപോലെ പ്രേമേന്ദ്രൻ എത്ര കമ്മിറ്റികളിലുണ്ട്, പാർലമെൻ്ററി കമ്മിറ്റികളിൽ എത്ര കമ്മിറ്റികളിലാണ് പ്രേമേന്ദ്രൻ്റെ സാന്നിധ്യമുള്ളത്? എന്തുകൊണ്ടാണ്? രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന, രാജ്യത്തിന് ഗുണം ചെയ്യുന്ന, രാജ്യത്തിൻ്റെ വികസനത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് പ്രേമേന്ദ്രൻ പറയുന്നത്. അല്ലാതെ പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ പോയി BJP പ്രധാനമന്ത്രിയാണ്, BJPയുടെ പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞ് നരേന്ദ്രമോദിയോട് വഴക്കിടുകയല്ല ചെയ്യുന്നത്. മറിച്ച് അദ്ദേഹം കാതലായ നിർദ്ദേശങ്ങൾ പറയുന്നു. ഒരു ബില്ലിൻ്റെ കരട് തയ്യാറാകുമ്പോൾ തന്നെ അതിനകത്തുള്ള കുഴപ്പങ്ങൾ കണ്ടെത്തി അത് നമുക്ക് എങ്ങനെ ദോഷകരമായിട്ട് ബാധിക്കും. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, വെറും ഒരു കൊല്ലത്തിൻ്റെയോ വെറും കേരളത്തിൻ്റെയോ മാത്രം അഭിപ്രായമല്ല പ്രേമേന്ദ്രൻ പറയുന്നത്. മറിച്ച് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള നമ്മുടെ മുഴുവൻ രാജ്യത്തിൻ്റെയും അന്തസ്സിനും അതിൻ്റെ നന്മയ്ക്കും രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ ആ ബില്ലിൽ കാര്യങ്ങൾ എഴുതി ചേർക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ ഉൾപ്പെടുത്തുന്നതിൽ പ്രേമേന്ദ്രൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്രീയ എതിരാളി ആയിട്ട് പോലും പ്രേമേന്ദ്രനെ ചായ സൽക്കാരത്തിന് ക്ഷണിച്ചത്. നമുക്കറിയാം, പാർലമെൻറ്റിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ധാരാളം MPമാരുണ്ട്. ഇപ്പോൾ BJPയുടെ പക്ഷത്തുനിന്ന് തന്നെ അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ ദുബെയെ പോലെയുള്ളവർ ഒക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിർമ്മല സീതാരാമൻ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവരോടൊപ്പം തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് NK പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്രനെ പരിഗണിച്ചപ്പോൾ സംഘിപ്പട്ടം ചാർത്തി പ്രേമേന്ദ്രനെ ആക്ഷേപിക്കുകയാണ്. ഇപ്പം മമ്മൂട്ടിക്ക് എന്ത് പട്ടം കൊടുക്കും? മമ്മൂട്ടി സംഘിയായോ? മമ്മൂട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതിയെ കാണാനാണ് പോയത്. അദ്ദേഹം RSSകാരനാണ്, BJPയിലൂടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് വളർന്നു വന്നയാളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്, നിസ്സാരക്കാരനല്ല, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്നയാളാണ്. അദ്ദേഹത്തെ കാണാൻ പോകുന്നതിൽ എന്താണ് തെറ്റ്?
അതും നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു നടൻ, ഒരു മഹാനടൻ, അദ്ദേഹം മെഗാസ്റ്റാറാണ്. എത്രയോ വർഷമായി മലയാള സിനിമയെ ഹരം കൊള്ളിക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി. അദ്ദേഹം നിസ്സാരക്കാരനല്ല. എത്ര ഭരത് അവാർഡുകൾ വാങ്ങിച്ചു, രാജ്യത്തെ ഏറ്റവും നല്ല നടനുള്ള അവാർഡുകൾ ഒന്നിലധികം തവണ വാങ്ങിച്ച ഒരു അതുല്യ കലാപ്രതിഭയാണ് മമ്മൂട്ടി. ആ മമ്മൂട്ടിയാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയെ കാണാൻ പോയിരിക്കുന്നത്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ബ്രിട്ടാസ് ഇപ്പോൾ കൂടെ പോയി. പക്ഷേ മമ്മൂട്ടി ഇടുമ്പോൾ അത് ബർമുഡയും എൻ കെ പ്രേമേന്ദ്രൻ ഇടുമ്പോൾ അത് വള്ളിനിക്കറുമാകുന്ന ആ പ്രതിഭാസം, പ്രത്യേക പ്രതിഭാസം കേരളത്തിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇത് ഈ ഇടത് സൈബർ പോരാളികളുടെ അവരുടെ ഒരു തന്ത്രമാണിത്. ഇത് ഇനിയെങ്കിലും ഇടതുപക്ഷം മാറ്റിവെച്ചിട്ട് ഈ രാഷ്ട്രീയ അയിത്തം ഉപേക്ഷിച്ച് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.